മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അവന് വേറെ പെൺകുട്ടികളുമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ? അതെ, അതൊക്കെ നിനക്കറിയായിരിക്കുമല്ലോ. ഉണ്ടോന്നോ? അവന് ആ വകയിൽ ഒരു കുഞ്ഞുള്ളതായിട്ടും എനിക്കറിയാം. നിന്റെ ഏട്ടൻ ഞങ്ങൾ ഇന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വ്രതം എടുത്തിരിക്കുന്നോടി. ഞാനൊന്ന് വീട് വരെ പോട്ടെ. കണ്ണി കണ്ട ഗുണ്ടകളെയൊക്കെ എന്തിനാ രക്ഷിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. എന്നെ എന്റെ മോളെയും പഴി ചാരുമ്പോഴും അമ്മയും മകനും ഒരു കാര്യം ഓർത്തോ, അമ്മയുടെ മോൻ ചെയ്ത പല പാപങ്ങളും ഇങ്ങരുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് മുതലും പലിശ അടക്കം അതിനൊക്കെ പിഴയൊടുക്കേ പറ്റൂ. ഞാനിവിടെ നിന്നൊന്ന് എഴുന്നേറ്റാ ചിലപ്പോ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചെന്ന് വരുമേ. എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോ, പക്ഷേ ഇനി അങ്ങനെ ചെയ്ത അതിനുള്ള ശിക്ഷ വാങ്ങിത്തരാൻ കഴിവും പ്രാപ്തിയുള്ളവരാ പുറത്തുള്ളത്. ഇവളുടെ മരുമോൻ വീൽ ചെയറിലാണെങ്കിലും അതിനകത്തിരുന്നുണ്ട്. അവനെ കൊണ്ട് കഴിയുന്നതും കഴിയാത്തതും ഒക്കെ അവൻ പഠിച്ചെടുത്തു. ഇപ്പൊ കണ്ടില്ലേ, കറുത്ത കോട്ട് വിട്ടോണ്ട് വീൽ ചെയറിൽ ഇരുന്ന് അവൻ കേസ് വാദിച്ച് ജയിച്ചു. അവൻ സാത്താന്റെ സന്തതിയാടാ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. കണ്ണൻ നല്ലൊരു അച്ഛന്റെ അമ്മയുടെ മകനാ. ആ മോന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് ഒരപകടത്തിലൂടെയാ. ഏതോ ഒരു ദുഷ്ടൻ അയാളുടെ ലോറി ഓടിച്ച് മോനും മോന്റെ അച്ഛനും കൂടെ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കൊണ്ട് കയറ്റിയെന്നാ കണ്ണൻ ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ മോനെ പോലെ ദുഷ്ട മനസ്സുള്ള ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തത്. എന്തായാലും ഇവനാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. പറയാൻ പറ്റില്ല. 10-20 വർഷങ്ങൾക്ക് മുൻപേ നടന്ന സംഭവമല്ലേ. അന്നൊക്കെ അമ്മയുടെ മോനും പലരുടെയും നെഞ്ചത്ത് ലോറി കയറ്റിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സംശയിച്ചേ പറ്റൂ. ഇനി ആ കേസൂടെ എന്റെ തല്ലോട്ട് കെട്ടുവയ്ക്കുന്നീ. എന്നിട്ട് നീ നിന്റെ മരുമോനോട് പറ, അത് കേസാക്കിയിട്ട് എനിക്ക് തൂക്കുകയറ് വാങ്ങിച്ചു തരാൻ. അങ്ങനെ എന്തെങ്കിലും പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണൻ നിങ്ങൾക്ക് തൂക്കുകയറ് വാങ്ങിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ദൈവം തന്നെ നിങ്ങളുടെ വിധി തീരുമാനിച്ചോളൂ. ഇനി ഇവളോട് അവളുടെ മോള് അതേപ്പറ്റി എങ്ങാനും പറഞ്ഞു കാണുമോ? ഇവളിങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോയാൽ ശരിയാകത്തില്ലല്ലോടാ. ഇവളെ പിടിച്ച് കെട്ടണമല്ലോ. ഇനി പിടിച്ചു കിട്ടാനൊന്നും പറ്റില്ലമ്മേ. ശത്രുക്കളെ കൂട്ടത്തോടെ നശിപ്പിച്ചേ പറ്റൂ. പക്ഷേ ഇപ്പൊ അവക്ക് നമ്മളെക്കാളും ബലവുമുണ്ട്, സ്വാധീനമുണ്ട്. പിന്നെ ഇന്ന് എന്നെ തല്ലിയൊരുത്തനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, അവനെ പോലെ തണ്ടും തടിമിടുക്കുമുള്ള ഗുണ്ടകൾ കൂട്ടുകൊണ്ടവർക്ക്. അതുകൊണ്ട് നമുക്കിനി നോക്കിയും കണ്ടു ജീവിക്കാൻ പറ്റും. എന്റെ അച്ഛനെയും അതുപോലെ തന്നെ ഉണ്ണിയേട്ടന്റെ അമ്മാവനെയും തല്ലിയവനെയാ അയാൾ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അവിടെ മൊഴി കൊടുക്കാൻ അവൾ ഉണ്ടായിരുന്നു, മഹാലക്ഷ്മി. മേഘേട്ടൻ അവനെ കള്ളക്കേസ് കുടിക്കത് അവനെ അമ്മാവനെയും ഇവളുടെ അച്ഛനെയും അതുപോലെ തല്ലിച്ചതച്ചതുകൊണ്ടാ. ഇതിന്ന് ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം, ആ മാർക്കൊക്കെ പണം കൊടുത്ത് കൊട്ടേഷൻ വഴിതിരിച്ചു വിട്ടതേ കണ്ണേട്ടനും അനന്തേട്ടനും എല്ലാരും കൂടെ. ഇവൻ എന്ന് മുതലാ ഈ ഗുണ്ടകളുമായിട്ടൊക്കെ കമ്പനി ആയതൊന്നും മനസ്സിലാവുന്നില്ല. ഒരുത്തി അങ്ങനെ ജീവിതത്തിലേക്ക് വന്നതി പിന്നെ അങ്ങേരെ തലതിരിഞ്ഞു പോയമ്മേ. ഇനി അങ്ങേരെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല.
വിസ്താരം കഴിഞ്ഞു. ഇനി ഇവിടെന്തെങ്കിലും വിസ്തരിക്കാനുണ്ടോ? എടാ, നിന്റെ സ്വന്തം അമ്മാവനെയും അതുപോലെ തന്നെ കരുണമോളുടെ അച്ഛനെയും തല്ലിയവനെയാ നീ ഇന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മാർക്കോ നിരപരാധിയാ. അതുകൊണ്ടാണ് അയാളെ കോടതി വെറുതെ വിട്ടത്. കോടതി എന്റെ ഭാഗം മാത്രം കേൾക്കാനായിട്ടിരിക്കുകയല്ല. രണ്ട് ഭാഗവും കേട്ട ശേഷം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാർക്കോ നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയത്. ഒന്നുമല്ല, എന്റെ അച്ഛന് തല്ല് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഇവൾക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, അതെത്രയാന്ന് ആർക്കും അളക്കാൻ പറ്റില്ല. അതുകൊണ്ടാ വീൽ ചെയറിലിരിക്കുന്ന അച്ഛനെ കാണാൻ എന്റെ വീട്ടിലേക്ക് പോയത്, ഇയാളെയും കൂട്ടി. സ്വന്തം ഭർത്താവ് വീൽ ചെയറില. അപ്പൊ പിന്നെ അതേ അവസ്ഥയിലിരിക്കുന്ന എന്റെ അച്ഛനെ കാണുന്നത് ഇരട്ടി സന്തോഷമായിരിക്കും ഇവൾക്ക്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഒന്നല്ല, ഒരുപാട് തവണ എന്നെ കൊല്ലാൻ നോക്കിയത് പോട്ടെ, കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ വിട്ട ആളാ നിന്റെ അച്ഛൻ. അത് ഞങ്ങൾക്കറിയാം. അതിന് വ്യക്തമായ തെളിവുണ്ട്. എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? ആ തെളിവുകളൊന്നും നിങ്ങളുടെ ആരുടെ മുന്നിൽ നിരത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നമ്മുടെ കുട്ടിക്കാലം ഇന്നലെ എന്നോണം എന്റെ മനസ്സിലുണ്ട് ലക്ഷ്മി. അച്ഛന്റെ മുത്തശ്ശിയുടെയും കൈയുടെ പാട് അന്നൊക്കെ നിന്റെ കവിളില് കണ്ടിട്ടുള്ളവളാ ഞാൻ. എന്റെ കണ്ണൊന്ന് നിറഞ്ഞ അതിന്റെ ഇരട്ടി നീ കരയുമായിരുന്നു. അല്ലെങ്കിൽ എന്റെ അച്ഛനും മുത്തശ്ശിയും നിന്നെ കരയിക്കുമായിരുന്നു. അങ്ങനെയുള്ള അച്ഛൻ കിടപ്പിലായത്, അച്ഛന് തല്ലു കിട്ടിയത്, നീ മതിമറന്ന് ആഹ്ലാദിക്ക. അത് ചെയ്തവനെ രക്ഷിക്കാൻ ശ്രമിക്ക. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് മാർക്കോ എന്ന ചെറുപ്പക്കാരൻ അയാളോട് നീതി കാട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. നീയൊക്കെ എപ്പോഴും കളിയാക്കുന്ന പോലെ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവനാ ഞാൻ. എന്നെ കൊല്ലാൻ ഒരു ഗുണ്ടയുടെ ആവശ്യമൊന്നുമില്ല. ആരോഗ്യമുള്ള ഏത് ചെറുപ്പക്കാരനും അത് കഴിയും. എന്റെ അനിയൻ എന്ന് പറയുന്ന ഇവന് പോലും എന്നെ കൊല്ലാൻ നിസ്സാരമാ. നിന്റെ അടുത്ത് നിൽക്കുന്ന ഇവള് അങ്ങനെ ചെയ്യാതെ നീ സൂക്ഷിച്ചോ. ആയുസ് എടുക്കാൻ വരുന്നവരെ പോലും തള്ളിക്കളയാതെ കൂടെ നിർത്തുന്നവരാ ഞങ്ങള്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ ആരും കാണില്ലായിരുന്നു. അതാണ് ചിലരുടെയൊക്കെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഉണ്ണി, ഞാനും കണ്ണേട്ടനും കൂടെ ഇവളുടെ അച്ഛന്റെയും നിന്റെ അമ്മാവന്റെയും പേരിൽ ഒരു കേസ് ഫയൽ ചെയ്താ. അവര് രണ്ടാളും ഇപ്പൊ ജയിലിനകത്താ. അതുപോലെ തന്നെയാ ആ മേഘന്റെ കാര്യം. തോമസ് സാറിന്റെ വീട്ടിലേക്ക് കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ഒരു വാടക ഗുണ്ടയെ വിട്ടത് അവനാണോന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല സംശയമുണ്ട്. അതെ, ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 9001 56 8000 8001 20. അവിടെ ഗുണ്ടകളെ വിട്ടത് എന്റെ മേഘേട്ടൻ തന്നെയാ. ഇവര് പറഞ്ഞത് കേട്ടില്ല കണ്ണേട്ടാ. എന്നാ പിന്നെ മേഘേട്ടന്റെ പേരിൽ കേസ് കൊടുക്കാത്ത എന്താ? മേഘേട്ടൻ ജയിലിൽ കിടക്കട്ടെ. അല്ലെങ്കിൽ അമ്മാവനെയും കരുണയെടുത്തിയുടെ അച്ഛനെയൊക്കെ തല്ലാൻ വേണ്ടി കൂലിക്ക് ആളെ വെച്ചല്ലോ. അവരോട് പറയാത്തെന്താ? മേഘേട്ടന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ. മേഘൻ അവിടെ വന്നിട്ട് നിന്നെ ചൂട് പിടിപ്പിച്ചോ? അവൻ കോടതിന്ന് നനഞ്ഞ കോഴിയെ പോലെ പോയത്. ഒരു നിരപരാധിയെ കഴുമരത്തിലേറ്റാൻ നോക്കി.
പക്ഷേ അയാള് രക്ഷപ്പെടേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എന്റെ ആങ്ങളെയും കരുണയുടെ അച്ഛനെയുമാ അവൻ തല്ലിയിരിക്കുന്നേ. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലായില്ലേ? സ്വന്തം ആങ്ങളയ്ക്കും പ്രതാപൻ എന്ന ദുഷ്ടനും തല്ല് കിട്ടിയത് അമ്മയ്ക്ക് നൊന്തു. പകരം എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞാനങ്ങ് പോയിരുന്നെങ്കില് അമ്മ ഇങ്ങനൊക്കെ സംസാരിക്കുമായിരുന്നോ? എന്റെ ചിത കത്തിയെരിയുമ്പോ സന്തോഷം ഉള്ളിൽ അടക്കി വെച്ചിട്ട് ബന്ധുക്കളെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി അമ്മ കണ്ണീരൊഴുക്കിയാനെ. അല്ലാതെ ആത്മാർത്ഥമായി നെഞ്ചു പൊട്ടി അമ്മയുടെ കണ്ണിൽ നിന്ന് ആ നേരത്ത് ഒരു തുള്ളി കണ്ണുനീര് പുറത്തേക്ക് വരില്ലെന്ന് നല്ലതുപോലെ അറിയാവുന്ന ആളാ ഞാൻ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്ത് കരയാൻ ഇയാളും ഇയാളുടെ അമ്മയും പിന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കൾ കാണുമായിരിക്കും. ഇവര് കരയൂന്നൊക്കെ പറയുന്നത് ഏട്ടന്റെ തെറ്റായ ധാരണയാ. ഏതാണ്ടൊക്കെ ഇവരുടെ പേരിൽ എഴുതി വെച്ചെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടിനി ഏട്ടന് എന്ത് സംഭവിച്ചാലും ഇവരുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാൻ പോകുന്നില്ല. സംഭവിക്കുന്നതൊക്കെ ഭാഗ്യമാണെന്ന് ഇവര് കരുതത്തുള്ളൂ. അതിന് നിന്റെ അമ്മയുടെയും അതുപോലെ തന്നെ എന്റെ ഈ അനിയന്റെയും അവന്റെ ഭാര്യയുടെയും ഒന്നും മനസ്സല്ല ഇയാളുടേത്. ഒരു ദിവസം സ്നേഹത്തോടെ ഇവിടുന്ന് ഇയാളെ ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇയാളുടെ രണ്ടാനച്ഛൻ പറഞ്ഞിട്ട്. അന്ന് കൊണ്ടുപോയത് സ്നേഹം കൊടുക്കാനൊന്നുമല്ല, കൊല്ലാനാ. അന്ന് മരണത്തിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാരനാ മാർക്കോ. അന്ന് എന്താ സംഭവിച്ചെന്ന് ഏട്ടൻ കണ്ടായിരുന്നോ? ഇവരുടെ വീട്ടിലേക്ക് പോയ ഇവരെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ആരോ തട്ടിക്കൊണ്ടുപോയെന്നാണല്ലോ പറയുന്നത്. അതല്ല സത്യമെങ്കിലോ? ഈ മാർക്കോ എന്ന് പറയുന്ന ഒരുത്തനോടൊപ്പം ഇവള് രാത്രി ഇറങ്ങിപ്പോയതാണെങ്കിലോ? അങ്ങനെ പോകുന്ന ഒരുത്തിനൊപ്പമാ നീ ഇപ്പൊ ജീവിക്കുന്നത്. നാളെ അവൻ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പെൺകുട്ടിയുടെ പിന്നാലെ പോവാതെ നീ സൂക്ഷിച്ചോ. അങ്ങനെ ഒരിക്കലും എന്റെ മേഘേട്ടൻ പോവില്ല. നിങ്ങൾ കുറച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. മേഘേട്ടൻ നിങ്ങളുടെ പിന്നാലെ നടന്നെന്നും നിങ്ങൾ മേഘേട്ടന്റെ കരണത്തടിച്ചെന്നൊക്കെ. അതെ, മറിച്ചായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ മേഘേട്ടന്റെ പിന്നാലെ നടന്നു കാണും. അന്ന് മേഘേട്ടൻ കനിഞ്ഞില്ല, നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുമില്ല. അതിന്റെ പ്രതികാരമാ നിങ്ങൾ ഇപ്പൊ തീർത്തോണ്ടിരിക്കുന്നത്. മതി. എന്റെ മഹിയുടെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അത് ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കാൻ വേണ്ട. നീ നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ മുറച്ചെറുക്കനെ തെരഞ്ഞെടുത്തു. ഇനി അവനോടൊപ്പം നീ ജീവിച്ചോണം. ഇത്തരം സംസാരങ്ങളുമായി ഒരു കാരണവശാലും ഈ പടി കടന്ന് വരരുത്. ഇല്ല, എന്റെ അമ്മാവനെയും ഏട്ടത്തിയുടെ അച്ഛനെയും തല്ലിയവന് കോടതിന്ന് രക്ഷിച്ചെന്നറിഞ്ഞപ്പോ ഏട്ടനൊന്ന് വന്ന് കാണണമെന്ന് മേഘേട്ടൻ പറഞ്ഞു. കണ്ടൊന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി, അതിന് വന്നതാ. ഏതായാലും കറുത്ത കോട്ടെടുത്തിട്ടല്ലോ, ഇനിയും അതിനുള്ള അവസരം ഉണ്ടാവും. ഇല്ലെങ്കിലേ ഉണ്ടാക്കും ഇവര്. അതുപോലൊരു വിഷപ്പാമ്പിനെയാ ഏട്ടിനെടുത്ത് കഴുത്തിലിട്ടിരിക്കുന്നത്. ഞാൻ പോവാമേ. അയ്യോ മോളെ, മോളെ പോവല്ലേ മോളെ. അവള് പറഞ്ഞതൊക്കെയാ സത്യം. ആ മാർക്കോ എന്ന് പറയുന്ന ആളുമായിട്ട് ഇവള് പ്രണയത്തിലായിരിക്കും. അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോഴും അയാൾക്കൊപ്പം ആയിരിക്കും ഇവൾ ഇറങ്ങിപ്പോയത്. എടീ, വേണ്ട, ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട.
എന്റെ സഹോദരങ്ങൾക്കും എന്റെ അമ്മയ്ക്കും എന്നോടുള്ള സ്നേഹവും അതിപ്പോ എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. ഇവൾ ഇന്നലെ കയറി വന്ന പെണ്ണ. അതുകൊണ്ട് ഇവള് പറയുന്നൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെ വരെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്തതും കൊട്ടിഘോഷിക്കുന്നുമില്ല, വിളിച്ചു കൂവുന്നുമില്ല. അപ്പോഴും അമ്മയോട് ഒരു ചോദ്യം. ഈ വീട് അമ്മയുടെ പേരിലായിരുന്നെങ്കിൽ, നിങ്ങളുടെയൊക്കെ ചെലവിലാണ് ഞാനും ഇയാളും ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാണുമായിരുന്നോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ നിങ്ങൾ അനുവദിക്കുമായിരുന്നോ? ഇല്ലാന്ന് നെഞ്ചിത്തൊട്ടൊരു 1000 തവണ പറയാ എനിക്ക് പറ്റും. എന്നാൽ ഇവിടെ മറിച്ചാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വീട് ഓടിക്കുന്നത് ഞാനാ. ഈ വീടും എനിക്ക് സ്വന്തമാ. എന്നിട്ടും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കാത്തത് എന്റെ തെറ്റാണെങ്കിൽ ഞാൻ ചിലപ്പോ ആ തെറ്റ് തിരുത്തിയെന്ന് വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന വിശ്വാസം. എനിക്കും എന്റെ ഭാര്യയ്ക്കും മനസ്സമാധാനം കിട്ടണം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം. അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ആ സാഹചര്യം ചിലപ്പോൾ ഉണ്ടാക്കിന്ന് വരും. ഞങ്ങളുടെ സമാധാനം തല്ലി തകർക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടായാലും ശരി, അതെല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോ. എന്താ ഒന്നും പറയാനില്ലേ? ഇപ്പൊ പറഞ്ഞതിന് മറുപടി പറയാത്ത എന്താന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞ ആട്ടിപ്പായ്ക്കും ഉണ്ണിയേട്ടനെയും ഉണ്ണിയേട്ടന്റെ അമ്മയും. കൂടെ എനിക്കും പോരേണ്ടി വരും. എന്ന് വെച്ചാ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആളാ എന്റെ ഭർത്താവ്. ആ സത്യം എന്റെ ബന്ധുക്കൾക്ക് പലർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. എല്ലാ അർത്ഥത്തിലും തോറ്റുപോയി. ഇപ്പൊ എന്റെ അച്ഛനെ തല്ലി വശം കെടുത്തിയവൻ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടു. എന്റെ നാണം കിട്ട ജീവിതം അത്. മോളെ മോളെ ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഈ ഫോട്ടോയിലുള്ള പയ്യന്മാരെ ഒന്ന് നോക്കിയേ മോളെ. ആരെങ്കിലും ഇഷ്ടപ്പെട്ടോ നോക്ക്. എന്തിനാ അമ്മേ? ഞാൻ കുറച്ച് നാളുകൂടി ഇവിടെ നിന്നോട്ടെ. ഇപ്പോഴുള്ള പെമ്പിള്ളരെല്ലാം ഇങ്ങനെയാ. ആർക്കും കല്യാണം വേണ്ട. കല്യാണം കഴിച്ച ഒരാൾ ഇങ്ങോട്ട് വന്നല്ലോ, അതുകൊണ്ട് എന്താ മെച്ചം? വീട്ടിലുള്ള സമാധാനവും കൂടെ പോയി. എന്നുവെച്ച് എല്ലാ വീടും അങ്ങനെയൊന്നും അല്ല. ആര് പറഞ്ഞു അല്ലാന്ന്? ഒട്ടുമിക്ക വീടുകളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാ. ഇവിടെ പിന്നെ മഞ്ജു ചേച്ചി നമുക്ക് അന്യൊന്നും അല്ലല്ലോ, മേഘേട്ടന്റെ മുറപ്പെണ്ണ. കുഞ്ഞുനാള് മുതലേ അറിയാവുന്നവരാ, എന്നിട്ടും വഴക്ക. അപ്പൊ പിന്നെ ഒരു പരിചയമില്ലാത്ത വീട്ടിലോട്ട് ഞാൻ കയറി ചെന്നാലോ? എന്നാലും ഒന്ന് നോക്കുമോളെ. നോക്കിയിട്ടൊന്നും കാര്യമില്ലമ്മേ. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതൊക്കെ ഇഷ്ടം പോലെ കൊടുത്താലേ ഏതെങ്കിലുമൊക്കെ നല്ല ബന്ധം കിട്ടുള്ളൂ. ദാ വീട്ടിൽ പോയിട്ട് വരുന്നുണ്ട്.
ഇനി അടിച്ചു വാരിക്കൊണ്ട് വരുന്ന വരവാണോന്ന് അറിയില്ല. എന്തായി മോളെ വീട്ടിൽ പോയിട്ട്? എന്താവാന്, ഞാൻ എന്റെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. കണ്ണേട്ടനെ അങ്ങേരുടെ ഭാര്യയും പിന്നെ മേഘേട്ടനും മേഘേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും കൊല്ലാനാ നോക്കുന്നത്. അവിടെ പിന്നെ കൂടുതൽ ന്യായങ്ങൾ പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ മഞ്ജു. ഞാനിടയ്ക്ക് ദുർഗയെ വിളിച്ചിരുന്നു. മഹാലക്ഷ്മി പിടിമുറുക്കിക്കൊണ്ടിരിക്കുക, അറിയാലോ. ഉണ്ണിയും മാമേട്ടനും ഇപ്പോ ശമ്പളം വാങ്ങിക്കാൻ പോലും അവളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഗതികേടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോ കണ്ണൻ നിങ്ങളെയൊന്നും കൈ അയച്ച് സഹായിക്കാൻ അവള് സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തന്നെ മേഘേട്ടനെ കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കിയല്ലോ. മേഘേട്ടൻ അവളുടെ പിന്നാലെ നടന്നതാണ് പോലും. അവളായിരിക്കും കണ്ണി കണ്ട ആണുങ്ങളുടെ പിന്നാലെയൊക്കെ നടന്നത്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.